ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വീൽ ആൻഡ് സ്റ്റഡി പ്ലാറ്റ്ഫോം. ഫസ്റ്റ് ന്യൂസ് PIB ന്യൂസാണ്. ചൈൽഡ് ബെഗർ. കോണ്ടെക്സ്റ്റ് എന്താണ്? ദ ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് 2015. ഈ 2015 ആക്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 2018 അമെൻഡ് ചെയ്തിട്ടുണ്ട്. സോ 2018 ഭേദഗതി പ്രകാരമുള്ള മാറ്റങ്ങളെ പറ്റിയാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. സോ ഒരു ആക്ടിൻ്റെ പേര് നോക്കുകയാണെങ്കിൽ തന്നെ ഫസ്റ്റ് ജുവനൈൽ എന്ന് കിടപ്പുണ്ട്. ഈ ജുവനൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 18 വയസ്സിൽ താഴെയുള്ള ഏതെങ്കിലും ഒരു കുട്ടി ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടീനെ നമ്മൾ ജുവനൈൽ എന്നാണ് വിളിക്കുന്നത്. ഈ 2018 ഭേദഗതിയിൽ ജുവനൈൽ എന്നുള്ള ആ ഒരു നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ആ ഒരു നാമകരണത്തിൻ്റെ അത് മാറ്റിയിട്ട് ചൈൽഡ് ഓർ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്നാക്കി. അതായത് ഈ ഒരു ജുവനൈൽ എന്നുള്ളതിൻ്റെ നെഗറ്റീവ് കോണോട്ടേഷൻസ് റിമൂവ് ചെയ്തു. സോ ഒരു ആക്ടിൻ്റെ പേര് നോക്കുകയാണെങ്കിൽ തന്നെ ഫസ്റ്റ് ജുവനൈൽ എന്ന് കിടപ്പുണ്ട്. ഈ ജുവനൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 18 വയസ്സിൽ താഴെയുള്ള ഏതെങ്കിലും ഒരു കുട്ടി ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടീനെ നമ്മൾ ജുവനൈൽ എന്നാണ് വിളിക്കുന്നത്. ഈ 2018 ഭേദഗതിയിൽ ജുവനൈൽ എന്നുള്ള ആ ഒരു നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ആ ഒരു നാമകരണത്തിൻ്റെ അത് മാറ്റിയിട്ട് ചൈൽഡ് ഓർ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്നാക്കി. അതായത് ഈ ഒരു ജുവനൈൽ എന്നുള്ളതിൻ്റെ നെഗറ്റീവ് കോണോട്ടേഷൻസ് റിമൂവ് ചെയ്തു. ജുവനൈൽ ജസ്റ്റിസ് അതിനെ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ഒരു കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ വേണ്ടത്? അതായത് കുട്ടികളെ ഭിക്ഷാടനം നടത്തുന്നുണ്ട്, നമുക്കറിയാം. കുറേ കുട്ടികൾ ഫോഴ്സ്ഡ് ലേബർ ചെയ്യുന്നുണ്ട്, ഈവൻ സെക്ഷുവൽ ആക്ടിവിറ്റീസിൽ അവരെ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. കുറേ കുട്ടികൾ ഓർഫൻസ് ആണ്. ഇവരെയും കൂടി ഈ ആക്ടിൻ്റെ ആംബിറ്റിൽ ഉൾക്കൊള്ളിപ്പിക്കുന്നതാണ് 2018 ഭേദഗതി. സോ ഒരു 2018 അമെൻമെൻറ്റ് ആക്ടിൽ ബെഗർ, ഫോഴ്സ്ഡ് ലേബർ, സെക്ഷൽ ആക്ടിവിറ്റീസ്, ഓഫൻസ് ഇതിനെല്ലാം വേണ്ടിയുള്ള ക്ലിയർ ഡെഫിനീഷൻ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്സ് ആൻഡ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ക്രിയേറ്റ് ചെയ്യണം. ഈ കമ്മിറ്റിയിലെ ഒരു മെമ്പർ, അറ്റ്ലീസ്റ്റ് ഒരു മെമ്പറെങ്കിലും സ്ത്രീ ആയിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഓഫൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം അഡോപ്ഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇല്ലേ, അതിനു വേണ്ടി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റി. സോ അഡോപ്ഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം നോക്കുന്നത് ഈ അതോറിറ്റി ആയിരിക്കും. ഈ ഇന്ത്യയിൽ ഒരു നിയമത്തിലും കണ്ടിട്ടില്ലാത്ത കുറേ പ്രൊവിഷൻസ് ഈ ആക്ടിലുണ്ട്. അതായത് ഇല്ലീഗൽ അഡോപ്ഷൻസ്, പിന്നെ മിലിറ്റൻറ്റ് ഗ്രൂപ്പ്സിലൊക്കെ കുട്ടികളെ ഉപയോഗിക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയും വ്യക്തമായിട്ട് ഈ ഒരു ആക്ടിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇന്ത്യയിലുള്ള എല്ലാ ചൈൽഡ് കെയർ ഓർഗനൈസേഷൻ, ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വോളണ്ടറി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ ഇവയെല്ലാം തന്നെ ഈ ആക്ടിൻ്റെ അണ്ടറിൽ മാൻഡേറ്ററി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം വിത്തിൻ 6 months. നെക്സ്റ്റ് ആർട്ടിക്കിൾ പേജ് നമ്പർ 12, GS പേപ്പർ 3 സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിളാണ്. ബേജ്, പ്ലാന്റ് ആൻഡ് കൺട്രോൾ. കോണ്ടെക്സ്റ്റ് പറയുകയാണെങ്കിൽ ജനുവരി 1, 1818 ബാറ്റിൽ ഓഫ് കൊറിഗാവ് നടന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ സോൾജിയേഴ്സും പേഷ്വാസും തമ്മിലുള്ള യുദ്ധമായിരുന്നു അത്. ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ സോൾജിയേഴ്സ് മഹാർ കാസ്റ്റിൽ പെടുന്നതാണ്. ഈ മഹാർ കാസ്റ്റ് അന്ന് അൺടച്ചബിൾസ് ആയിരുന്നു. അപ്പം പേഷ്വാസ് ആണെങ്കിലോ അപ്പർ കാസ്റ്റിലുള്ള ബ്രാഹ്മിൻസും ആയിരുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള യുദ്ധമായിരുന്നു. ഈ യുദ്ധത്തിൽ എന്താണ്, പേഷ്വാസ് പരാജയപ്പെട്ടു. അപ്പോൾ ഈ ഒരു ബാറ്റിൽ ഓഫ് കൊറിഗാവിനെ വിക്ടറി ഓഫ് ലോവർ കാസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടൊരു വിക്ടറി പില്ലറുണ്ട്. ഈ പില്ലർ 1927-28 കാലഘട്ടത്തിൽ ഡോക്ടർ BR അംബേദ്കർ സാർ വിസിറ്റും ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ എല്ലാ ജനുവരി 1 ഭീമ കൊറിഗാവ് വിക്ടറി ഡേ ആഘോഷിക്കുന്നുണ്ട്. 2018 വീണ്ടും ഇതുമായി റിലേറ്റ് ചെയ്തിട്ടൊരു വയലൻസ് വരുന്നത്. ഒരുപാട് പബ്ലിക് പ്രോപ്പർട്ടി ഡിസ്ട്രക്റ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഭീമ കൊറിഗാവ് വയലൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത് NIA ആണ്. അപ്പോൾ ഇവരുടെ ഒരു അന്വേഷണത്തിൽ 2 ഫോമർ ജഡ്ജസ്, അതുപോലെ തന്നെ കുറേ ആക്ടിവിസ്റ്റ്, ഇവരൊക്കെയാണ് ഈ ഒരു പ്രൊട്ടസ്റ്റ് ഇൻസ്റ്റിഗേറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. കുറച്ച് ആക്ടിവിസ്റ്റിനെയും കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അറസ്റ്റ് ചെയ്ത വൺ ഓഫ് ദി ആക്ടിവിസ്റ്റാണ് റോണ വിൽസൺ എന്ന് പറയുന്നത്. 2018 അറസ്റ്റ് നടന്നത്. ഇദ്ദേഹം ഇപ്പം ജയിലിലുമാണ്. ഇപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോംബെ ഹൈക്കോർട്ടിൽ ഒരു പെറ്റീഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഹൈക്കോർട്ടിൽ വന്നേക്കുന്ന പെറ്റീഷൻ്റെ കൂടെ ആസ്നൽ കൺസൾട്ടൻസിയുടെ റിപ്പോർട്ടും കൂടി അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. ഈ ആസ്നൽ കൺസൾട്ടൻസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ ഫോറൻസിക് കൺസൾട്ടിങ് കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനി
ആണ് ആ കമ്പനിയുടെ റിപ്പോർട്ടും കൂടിയാണ് ഈ പെറ്റീഷനിൽ വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ എങ്ങനെ സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഒരു വ്യക്തിനെ ഒരു ക്രൈമിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തു. ആ വ്യക്തി അത് ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞോ തെളിയാത്തതോ അത് പോലീസിനെ ബാധിക്കുന്ന കാര്യമല്ല. എപ്പോഴാണോ ആ വ്യക്തി അറസ്റ്റ് ചെയ്യുന്നത്, അത് സംശയത്തിൻ്റെ പേരിലാണെങ്കിലും ആ വ്യക്തിയുടെ ഇലക്ട്രോണിക് ഡിവൈസ് കണ്ടുകെട്ടാനുള്ള അധികാരം പോലീസിനുണ്ട്. സോ ഈ ഡിവൈസസ് സീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യും, എവിഡൻസസ് എടുക്കും. എവിഡൻസസ് എന്ന് പറയുമ്പോൾ ഡോക്യുമെൻറ്റ്സ് ആവാം, മെയിൽസ് ആവാം, അതിലുള്ള കണ്ടൻറ്റ് ആവാം. അപ്പോൾ ഈ എവിഡൻസ് എല്ലാം സ്കാൻഡ് എവിഡൻസ് ആയിട്ടായിരിക്കും വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു റോണ വിൽസൻ്റെ ഇലക്ട്രോണിക് ഡിവൈസിൽ നിന്ന് 10 ലെറ്റേഴ്സാണ് കളക്ട് ചെയ്തേക്കുന്നത്. ഈ ലെറ്റേഴ്സിൽ കുറേ കണ്ടൻറ് ഉണ്ട്. അതായത് പ്രൈം മിനിസ്റ്റർ മോദിയുടെ അസാസിനേഷനെ പറ്റി പറയുന്നുണ്ട്, മാവോയിസ്റ്റ് ലിറ്ററേച്ചറിനെ പറ്റി പറയുന്നുണ്ട്, ഒരുപാട് ബാൻഡ് ഓർഗനൈസേഷനെ പറ്റിയുള്ള കണ്ടൻറ്റുകളുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് പോലീസ് എവിഡൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ആസ്നൽ കൺസൾട്ടൻസി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോണ വിൽസൻ്റെ ഇലക്ട്രോണിക് ഡിവൈസിൽ നിന്നുള്ള ഫോറൻസിക് ഇമേജസ് എടുത്തു. എന്താണ് ഈ ഫോറൻസിക് ഇമേജ്? ഫോറൻസിക് ഇമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ എവിഡൻസ് ആണ്. അതായത് ബിറ്റ് ബൈ ബിറ്റ് കോപ്പിയാണ് എടുക്കുന്നത്. സോ ഈ ഒരു ബിറ്റ് ബൈ ബിറ്റ് കോപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണം. ആ കമ്പനി എനിക്കൊരു ലാപ്ടോപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ലാപ്ടോപ്പിൽ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്പനിയുടെ IT ഹെൽപ്പ് ഡെസ്കിനെ കണക്ട് ചെയ്യും. അപ്പോൾ അവരോട് പറയും എനിക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് ചെയ്യുക, ലാപ്ടോപ്പിൽ എനി ഡെസ്ക് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ ഫസ്റ്റ് അവർ പറയും. അതിനുശേഷം ക്രിയേറ്റ് ചെയ്ത ID ഞാൻ ഈ IT ഹെൽപ്പ് ഡെസ്കിന് ഷെയർ ചെയ്യണം. സോ ഞാൻ എൻ്റെ ID ആണ് ഷെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു IT ഹെൽപ്പ് ഡെസ്കിലുള്ള ഇൻഡിവിജ്വലിന് റിമോട്ട്ലി എൻ്റെ ലാപ്പ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇത് വെച്ച് ID വെച്ചിട്ട് ആ വ്യക്തി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ലാപ്ടോപ്പിൽ ഈ സോഫ്റ്റ്വെയർ, ഞാൻ പറഞ്ഞ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യും. ഇത് എൻ്റെ സമ്മതത്തോടെ, അതായത് വോളണ്ടറി ആയിട്ടാണ് ഇത് നടന്നത്. എന്നാൽ എൻ്റെ നോളജ് ഇല്ലാതെ നടക്കുവാണെങ്കിലോ? അപ്പം ഇതാണ് ഈ ഒരു ആസ്നൽ കൺസൾട്ടിംഗ് ഏജൻസി എവിഡൻസ് ആയിട്ട് പറയുന്നത്. അതായത് ഈ റോണ വിൽസൻ്റെ ഇലക്ട്രോണിക് ഡിവൈസിൽ കുറേ സസ്പീഷ്യസ് ആയിട്ടുള്ള മെയിൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മെയിൽസ് ഈ റോണ വിൽസൺ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെറ്റ് വയർ ഇൻസ്റ്റാൾ ആവും. നെറ്റ് വയർ കണക്ട് ചെയ്യുന്നത് റാറ്റ് ആണ്. റാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിമോട്ട് ആക്സസ് ട്രോജൻ. സോ ഈ റിമോട്ട് ആക്സസ് ട്രോജൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ എനി ഡെസ്ക് സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, അതുപോലത്തെ ഉള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർക്കേണ്ട കാര്യം, നെറ്റ് വയർ ഇൻസ്റ്റാൾ എന്ന് പറയുന്നത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിമോട്ട് ആക്സസ് ട്രോജൻ. റാറ്റ് ഈ കേസുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റാറ്റ് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ റോണ വിൽസൻ്റെ കമ്പ്യൂട്ടർ ഇവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവർക്ക് ഇതിനുള്ളിൽ ഒരു ഹിഡൻ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഹിഡൻ ഫോൾഡറിനുള്ളിൽ ഹിഡൻ ഫയൽസും ഉണ്ടാവും. അപ്പോൾ ഈ ഹിഡൻ ഫയൽസിൽ നിന്നാണ് ഉള്ള കണ്ടൻറ്റാണ് പോലീസ് എവിഡൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളതെന്നാണ് ആസ്നൽ കൺസൾട്ടൻസി പറയുന്നത്. ഇനി പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ട് ഓർക്കേണ്ട കാര്യം NTFS സിസ്റ്റം, ന്യൂ ടെക്നോളജി ഫയൽ സിസ്റ്റം. ഇപ്പം ഈ ഒരു ടെക്നോളജിയൊക്കെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് യൂസ് ചെയ്യുന്നത്. ഈ ഫയൽസിൻ്റെ സ്റ്റോറേജ്, ഓർഗനൈസേഷൻ, ഫയൽസ് കണ്ടുപിടിക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ന്യൂ ടെക്നോളജി ഫയൽ സിസ്റ്റം വഴി നമുക്ക് പറ്റും. ന്യൂ ടെക്നോളജി ഫയൽ സിസ്റ്റത്തിൻ്റെ ഒരു ഫീച്ചറാണ് ഫയൽ സിസ്റ്റം ജേർണലിംഗ്. ഇനി ഫയൽ സിസ്റ്റം ജേർണലിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഈ ഫയൽ എന്ന് പറയുന്നത് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ഐഡൻറ്റിഫയർ ആയിരിക്കും. ഈ ഐഡൻറ്റിഫയറിലാണ് ഈ ഫയൽ എന്ന് ആഡ് ചെയ്തു, ഇത് മോഡിഫൈ ചെയ്തിട്ടുണ്ടോ, ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡാറ്റയെ അല്ലെങ്കിൽ ഇൻഫോർമേഷനെ നമ്മൾ ഫയൽ സിസ്റ്റം ജേർണലിംഗ് എന്നാണ് വിളിക്കുന്നത്. ഈ ആസ്നൽ കൺസൾട്ടൻസി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിലുള്ള ഡോക്യുമെൻറ്റ്സിൽ ഐഡൻറ്റിഫയർ ഇല്ലായിരുന്നു. സെക്കൻഡ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലുള്ള MS വേർഡിൻ്റെ വേർഷൻ 2007 ആണ്. എന്നാൽ പോലീസ് കൊടുത്തേക്കുന്ന എവിഡൻസിൽ വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2010 വേർഷനാണ്. സോ ഈ ഒരു ഡിസ്പാരിറ്റിയാണ് അറ്റാച്ച് ചെയ്തിട്ട് ഹൈക്കോർട്ടിലെ പെറ്റീഷനിൽ ആസ്നൽ കൺസൾട്ടൻസി ഫോറൻസിക് എവിഡൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആണ്. നാനോ ഫോട്ടോണിക്സ്, ഹൈദരാബാദ് സയൻറ്റിസ്റ്റ് മാനിപ്പുലേറ്റ് ടൈനി ക്രിസ്റ്റൽസ്. നാനോമീറ്റർ സ്കെയിലിനെ പറ്റിയാണ് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത്. ഇതിൻ്റെ യൂണിറ്റ് ഓഫ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബില്യൺ ഓഫ് മീറ്റർ, അതായത് ശതകോടി. സോ ഈ റിസർച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യാനായിട്ട് ലെൻസ് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു നോർമൽ ഒപ്റ്റിക്കൽ എക്യുപ്മെൻറ്റ്സ് ആണ് അല്ലേ. പക്ഷേ ഈ എക്യുപ്മെൻറ്റ്സിനൊന്നും ലൈറ്റിനെ നാനോമീറ്ററിൽ ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. അത്രയും ടൈനി ക്രിസ്റ്റൽസ് ആയിട്ട്
ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം, മറ്റ് ടെക്നോളജീസ് വേണം. അതിനു വേണ്ടിയാണ് നാനോ ഫോട്ടോണിക്സ്. ഫോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ്, നാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലെങ്ത് അല്ലെങ്കിൽ ആ ഒരു അളവിനെ പറയുന്നതാണ്. അപ്പം നാനോ ഫോട്ടോണിക്സ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്കെയിലാണ് നാനോമീറ്റർ എന്ന് പറയുന്നത്. സോ ഈ ഒരു സയൻറ്റിസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നാനോമീറ്റർ സ്കെയിലിൽ എങ്ങനെയാണ് ലൈറ്റ് ബിഹേവിയർ ചെയ്യുന്നത് അതിനെ പറ്റിയുള്ള സ്റ്റഡീസാണ് നടക്കുന്നത്. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർക്കേണ്ട കാര്യം, ഈ ഒരു നാനോമീറ്റർ സ്കെയിലിൽ യൂണിറ്റ് ഓഫ് ലെങ്ത് എന്ന് പറയുന്നത് 1 ബില്യൺ ഓഫ് മീറ്റർ. ഇത്തരത്തിലുള്ള ആർട്ടിക്കിൾ എങ്ങനെയാണ് UPSC ക്വസ്റ്റ്യൻ ആക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു നാനോമീറ്ററിൽ വർക്ക് ചെയ്യുന്ന മറ്റൊരു ടൂളുണ്ട്, കാർബൺ നാനോ ട്യൂബ് എന്ന് പറയും. ഈ കാർബൺ നാനോ ട്യൂബിൻ്റെ ഡയമീറ്റർ നാനോമീറ്ററിലാണ്. ഇത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഡ്രഗ്സ്, ആൻറ്റിജൻസിൻ്റെ കരിയറായിട്ട്, ബയോകെമിക്കൽ സെൻസേഴ്സായിട്ട്, ഇഞ്ചേർഡ് പാർട്ടിലൊക്കെയുള്ള ആർട്ടിഫിഷ്യലി ബ്ലഡ് കാപ്പിലറീസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഒപ്പം തന്നെ ഇതൊരു ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള ടൂളാണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ പേജ് നമ്പർ 9 GS പേപ്പർ 2 ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളാണ്. ബൈഡൻ വാണ്ട്സ് ടു ഷട്ട് പ്രിസൺ അറ്റ് ഗോണ്ടനാമോ. കോണ്ടെക്സ്റ്റ് എന്താണ്? US പ്രസിഡന്റ് ജോൺ ബൈഡന് ഗോണ്ടനാമോയിലുള്ള ജയിൽ അല്ലെങ്കിൽ ആ പ്രിസൺ അദ്ദേഹത്തിൻ്റെ ടേം തീരുന്നതിന് മുമ്പ് ക്ലോസ് ചെയ്യണമെന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഗോണ്ടനാമോ എന്ന് പറയുന്ന ഒരു ഉൾക്കടലാണ്, ഇത് ക്യൂബയിലാണുള്ളത്. നമുക്ക് ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ക്യൂബയും US-ഉം അത്ര നല്ല ടേംസിലല്ല, അല്ലെങ്കിൽ ഫ്രണ്ട്സ് അല്ല. അപ്പോൾ ഈ ഒരു ഗോണ്ടനാമോ പ്രിസൺ ക്ലോസ് ചെയ്യുന്നതിനെ പറ്റിയാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. 1868 മുമ്പ് വരെ സ്പെയിൻ്റെ കോളനികളായിരുന്നു ഒരുപാട് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ്, ഇൻക്ലൂഡിങ് ക്യൂബ. 1868 ശേഷം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലാറ്റിൻ അമേരിക്കൻ കൺട്രി സ്പെയിനിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആവാൻ തുടങ്ങി. ക്യൂബ സ്പെയിനിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആവുന്നത് 3 വാറുകൾക്ക് ശേഷമാണ്. ഒന്നാമത്തെ വാറ് 1868 തൊട്ട് 1878 വരെയുള്ളൊരു 10 വർഷത്തെ വാറാണ്. ഈ യുദ്ധത്തിനെ നമ്മൾ 10 ഇയേഴ്സ് വാർസ് എന്നാണ് വിളിക്കുന്നത്. സെക്കൻഡ് വാർ 1879 to 1880 ആണ്. ഈ വാറിനെ ലിറ്റിൽ വാർ എന്നാണ് അറിയപ്പെടുന്നത്. തേർഡ് വാർ 1895 to 1899 ആണ്. ഈ യുദ്ധത്തിന് ശേഷമാണ് ക്യൂബ ഇൻഡിപെൻഡൻ്റ് ആയത്. അതുകൊണ്ട് ഇതിനെ ക്യൂബൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു ക്യൂബൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ സമയത്താണ് US ഇൻ്റർവീൻ ചെയ്യുന്നതും. ഒരു 6 ആഴ്ചത്തെ മിലിറ്ററി ക്യാമ്പയിൻ അവിടെ കണ്ടക്ട് ചെയ്തു എഗെയിൻസ്റ്റ് സ്പെയിൻ. അപ്പോൾ ഈ ഒരു ക്യാമ്പയിനെ വിളിക്കുന്ന പേരാണ് സ്പ്ലെൻഡിഡ് ലിറ്റിൽ വാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ശേഷമാണ് സ്പാനിഷ് സറണ്ടർ ആവുന്നത്. അങ്ങനെ ക്യൂബ എന്ത് ചെയ്തു, ഇൻഡിപെൻഡൻ്റ് ആയി. ക്യൂബ ആരുടെ കയ്യിലോട്ടായി? US-ൻ്റെ കയ്യിലോട്ടായി. ഈ ട്രീറ്റിയെ വിളിക്കുന്ന പേരാണ് ട്രീറ്റി ഓഫ് പാരീസ്. ഇതിന് ശേഷം US ക്യൂബയോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഫുൾ ഇൻഡിപെൻഡൻസ് വേണമെങ്കിൽ നിങ്ങളുടെ നേവൽ ബേസ് ലീസിന് കൊടുക്കണം. അപ്പം പാട്ടത്തിന് കൊടുത്തേക്കുവാണ്. പക്ഷേ ഈ ഒരു പാട്ടത്തിന് കൊടുത്തേക്കുന്നത് ആണെങ്കിൽ തന്നെയും ഇതിലൊരു എൻഡ് ഡേറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് തൊട്ടേ US-ൻ്റെ നേവൽ ബേസ് അവിടെ ഉണ്ട്. പിന്നീട് ഡിസംബർ 1903 അവരുടെ മിലിറ്ററി ബേസും അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ US-ൻ്റെ ഫസ്റ്റ് മിലിറ്ററി ബേസ് ക്യൂബയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഡിസംബർ 1903 ഇനി ഗോണ്ടനാമോ ബേ നൊട്ടോറിയസ് ആവുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ 9/11 അറ്റാക്കിന് ശേഷം അന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ള ടെററിസ്റ്റിനെ എല്ലാം കൂടി അന്നത്തെ പ്രസിഡൻ്റായിട്ടുള്ള ജോർജ് ബുഷ് അയച്ചത് ഈ ഒരു ഗോണ്ടനാമോ ബേ, അതൊരു ഉൾക്കടലാണ്, ആ ഉൾക്കടലിലെ ഒരു പ്രിസണിലേക്കാണ്. അപ്പം അന്നത്തെ ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റ് ആണെങ്കിലും പറഞ്ഞത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ആണ് എന്നാണ് പറഞ്ഞിരുന്നത്. അതിനുശേഷം കുറേ നാൾക്ക് ശേഷം ഒബാമ വന്നു. ഒബാമ പറഞ്ഞു എന്താണ്, ഉടനെ തന്നെ ഈ ഒരു ഗോണ്ടനാമോ പ്രിസൺ ഞങ്ങൾ ക്ലോസ് ഡൗൺ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് നടന്നില്ല. അതിനുശേഷം എന്ത് ചെയ്തു, ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നു. ട്രംപ് പറഞ്ഞത് ഞങ്ങൾ ഈ ഒരു ഗോണ്ടനാമോ അത് പ്രിസൺ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഇങ്ങനെയാണ് കോട്ട് ചെയ്തത്, ഞാൻ ഈ ഒരു ജയിലിൽ ഒരുപാട് ബാഡ് ഗൈസിനെ ഫില്ല് ചെയ്യുമെന്നാണ് ട്രംപ് പറഞ്ഞത്. ഇപ്പോൾ ദാ റീസെൻ്റ്ലി ജോൺ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ടേം തീരുന്നതിന് മുമ്പ് തന്നെ ഗോണ്ടനാമോ പ്രിസൺ ക്ലോസ് ഡൗൺ ചെയ്യുമെന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ പേജ് നമ്പർ 8 GS പേപ്പർ 2 പൊളിറ്റി റിലേറ്റഡ് ആർട്ടിക്കിളാണ്. സുപ്രീം കോർട്ട് ടു എക്സാമിൻ പ്ലീ എഗെയിൻസ്റ്റ് CEC പാർട്ടീസ്. കോണ്ടെക്സ്റ്റ് എന്താണ്? പാർലമെൻറ്റിലെ MPs ആണെങ്കിലും അവിടെയുള്ള മെമ്പേഴ്സ് ആണെങ്കിലും ഒരുപാട് ക്രിമിനൽ കേസ് ചാർജ് ചെയ്തിട്ടുള്ളവരാണ്. അപ്പം ഇതിൽ ശിക്ഷിക്കപ്പെടുന്നവരുണ്ട്, എന്നാൽ ചിലവരുടെ കേസ് എന്താണ്, പെൻഡിങ്ങിലാണ്. അങ്ങനെ ഇങ്ങനെ പെൻഡിങ് ആയിട്ടുള്ളവരുടെ പെർസെൻറ്റേജ് പറയുകയാണെങ്കിൽ 2004 ഇത് 24% ആയിരുന്നു.
2009 ആയപ്പോഴേക്കും ഇത് 30% ആയി, 2014 34%, 2019 ഇത് 43% ആയി. ഈ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യുന്നത് മാത്രമല്ല ഇവിടുത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്കെതിരെയുള്ള ചാർജസ് നോക്കുവാണെങ്കിൽ തന്നെ സീരിയസ് ആയിട്ടുള്ള ചാർജസ് ആണ്. അതായത് റേപ്പ് കേസ്, മർഡർ കേസ്, ഇതെല്ലാം പെടും. 2011 നോക്കുവാണെങ്കിൽ സുപ്രീം കോർട്ടിൽ ഒരു പെറ്റീഷൻ വന്നിട്ടുണ്ടായിരുന്നു, പബ്ലിക് ഇൻട്രസ്റ്റ് ഫൗണ്ടേഷൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഈ കേസിൽ എന്താ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ, ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ഫൗണ്ടേഷൻ സുപ്രീം കോർട്ടിനോട് ചോദിച്ചത് ഇങ്ങനെയാണ്: എന്താണ് ഇത്തരത്തിലുള്ള ക്രിമിനൽ ചാർജസ് ആയിട്ടുള്ള ആൾക്കാർ, അവരുടെ കേസ് പെൻഡിങ് ആണ്, അവർ ശിക്ഷ വിധിക്കപ്പെട്ടിട്ടില്ല, അപ്പോൾ ഇവരെ എന്തിനാണ് ഇലക്ഷനിൽ പങ്കെടുക്കാൻ അനുവദിക്കുന്നത്? അപ്പോൾ ഇത്തരത്തിൽ പെൻഡിങ് കേസുള്ള ആൾക്കാരെയും എന്ത് ചെയ്യരുത്, ഇലക്ഷന് പങ്കെടുക്കാൻ അനുവദിക്കരുത് എന്നുള്ളൊരു പെറ്റീഷനായിരുന്നു സുപ്രീം കോർട്ടിൽ 2011 പോയത്. ഇനി ഓർക്കേണ്ട കാര്യം, ഒരു വ്യക്തി ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്തു, പാർലമെൻറ്റ് മെമ്പറാണ്, അറസ്റ്റ് ചെയ്തു, എന്താണ് ജയിലിലായി, കൺവിക്റ്റഡായി. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക് എന്താണ് ഇലക്ഷന് പങ്കെടുക്കാൻ പറ്റത്തില്ല, കാരണം ജയിലിലാണ്. അതിനുശേഷം ഇനി ജയിലിൽ നിന്ന് റിലീസായാൽ തന്നെ അടുത്ത തുടരെയുള്ള 6 വർഷത്തേക്ക് എന്താണ് ഇലക്ഷന് പങ്കെടുക്കാൻ പറ്റത്തില്ല. അതൊരു പ്രൊവിഷനാണ്. അപ്പം ജയിലിൽ നിന്ന് റിലീസായാലും തുടരെയുള്ള 6 വർഷത്തേക്ക് ആ വ്യക്തി എന്താണ് ഇലക്ഷന് പങ്കെടുക്കാൻ ഡിസ്ക്വാളിഫൈഡ് ആണ്. സോ പെറ്റീഷണർ ഇതാണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ കേസസ് പെൻഡിങ് ആണ് എന്നുള്ളൊരു കാരണം കൊണ്ട് എന്തിനാണ് ഇവരെ ഇലക്ഷന് പങ്കെടുക്കുന്നത്? സുപ്രീം കോർട്ട് 2018 പറഞ്ഞത്, ഈ ഒരു ആർഗ്യുമെൻസിൻ്റെ ജഡ്ജ്മെൻ്റ് ആയിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഇതുപോലെ അവരെ ഇലക്ഷന് പങ്കെടുക്കരുത് എന്ന് പറയാൻ പറ്റില്ല. അതിന് പകരം മറ്റൊരു കാര്യം ചെയ്യാം. പൊളിറ്റിക്കൽ പാർട്ടീസിനോട് ഇങ്ങനെ പറയാം: ഏതെങ്കിലും ഒരു വ്യക്തി ക്രിമിനൽ കേസസ് ചാർജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ആ വ്യക്തി നിങ്ങളുടെ കാൻഡിഡേറ്റ് ആണെങ്കിൽ, ആ വ്യക്തിയുടെമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ക്രിമിനൽ കേസിൻ്റെ ഡീറ്റെയിൽസ് വെബ്സൈറ്റിലും ഇലക്ട്രോണിക് മീഡിയയിലും പബ്ലിഷ് ചെയ്യണം. അതിനുശേഷം ജനങ്ങൾ അത് കണ്ടിട്ട് എന്താണ് വോട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ജനങ്ങൾക്ക് തീരുമാനിക്കാം എന്നാണ് സുപ്രീം കോർട്ട് പറഞ്ഞത്. 2020 റിലേറ്റഡ് ആയിട്ടുള്ളൊരു പെറ്റീഷൻ വന്നിരുന്നു. കാരണം 2018 സുപ്രീം കോർട്ട് നടത്തിയിട്ടുള്ള വേർഡിക്റ്റ് ഒന്നും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ഫോളോ ചെയ്യുന്നില്ല. അതായത് ക്രിമിനൽ കേസസ് ചാർജ് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ഫോളോ ചെയ്യുന്നില്ല എന്നായിരുന്നു 2020 കേസ്. സോ ഇതിൻ്റെ ഭാഗമായിട്ട് 2020 സുപ്രീം കോർട്ട് ഇങ്ങനൊരു ഓർഡർ പറഞ്ഞു. ഒരു ഫെബ്രുവരി 2020 ഈ ഓർഡർ പറഞ്ഞത്, എല്ലാ പാർട്ടിയും കാൻഡിഡേറ്റിൻ്റെ എൻറ്റയർ ക്രിമിനൽ ഹിസ്റ്ററി പബ്ലിഷ് ചെയ്യണം അലോങ് വിത്ത് റീസൺസ്. ഇപ്പം പൊളിറ്റിക്കൽ പാർട്ടി ചോദിച്ചു, ഈ റീസൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീസൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തിയെ കാൻഡിഡേറ്റായിട്ട് നിർത്താനുള്ള കാരണം എന്താണ്? കാരണം ഈ വ്യക്തി എന്താണ് ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്ത വ്യക്തിയാണ്, കേസ് എന്താണ് പെൻഡിങ്ങിൽ കിടക്കുവാണ്. അപ്പം നിങ്ങൾ എന്തുകൊണ്ട് ഇത്തരം ഒരു ആക്ടിവിറ്റി ചെയ്ത ആളെ കാൻഡിഡേറ്റായിട്ട് നിർത്തുന്നു? അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള റീസൺ വേണം. എന്നിട്ട് ശക്തമായി തന്നെ സുപ്രീം കോർട്ട് പറഞ്ഞു, ഒരിക്കലും പറയരുത് ഈ വ്യക്തി അല്ലെങ്കിൽ ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ നിർത്തിയത് എന്നുള്ളൊരു കാരണം പറയരുതെന്ന് സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ വ്യക്തി എന്തുകൊണ്ട് നിങ്ങൾ നിർത്തുന്നു, ഈവൻ ആ വ്യക്തി ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്ത ആളായിട്ടും എന്തുകൊണ്ട് നിർത്തുന്നു എന്നുള്ളത് പ്രോപ്പറായിട്ട് പറയണം. ഒപ്പം തന്നെ ക്രിമിനൽ ഹിസ്റ്ററി ഫുള്ള് പബ്ലിഷ് ചെയ്യുകയും വേണം. അത് ലോക്കൽ പേപ്പറിൽ മാത്രമാവരുത്, നാഷണൽ പേപ്പറിലും വേണം. അതുപോലെ തന്നെ പാർട്ടി ഉപയോഗിക്കുന്ന എല്ലാ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ട്വിറ്റർ, എല്ലാത്തിലും അത് പബ്ലിഷ് ചെയ്യണമെന്ന് സുപ്രീം കോർട്ട് പറഞ്ഞു. സോ ഇതിൻ്റെ ഭാഗമായിട്ട് 2020 സുപ്രീം കോർട്ട് ഇങ്ങനൊരു ഓർഡർ പറഞ്ഞു. ഒരു ഫെബ്രുവരി 2020 ഈ ഓർഡർ പറഞ്ഞത്, എല്ലാ പാർട്ടിയും കാൻഡിഡേറ്റിൻ്റെ എൻറ്റയർ ക്രിമിനൽ ഹിസ്റ്ററി പബ്ലിഷ് ചെയ്യണം അലോങ് വിത്ത് റീസൺസ്. ഇപ്പം പൊളിറ്റിക്കൽ പാർട്ടി ചോദിച്ചു, ഈ റീസൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീസൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തിയെ കാൻഡിഡേറ്റായിട്ട് നിർത്താനുള്ള കാരണം എന്താണ്? കാരണം ഈ വ്യക്തി എന്താണ് ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്ത വ്യക്തിയാണ്, കേസ് എന്താണ് പെൻഡിങ്ങിൽ കിടക്കുവാണ്. അപ്പം നിങ്ങൾ എന്തുകൊണ്ട് ഇത്തരം ഒരു ആക്ടിവിറ്റി ചെയ്ത ആളെ കാൻഡിഡേറ്റ് ആയിട്ട് നിർത്തുന്നു? അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള റീസൺ വേണം. എന്നിട്ട് ശക്തമായി തന്നെ സുപ്രീം കോർട്ട് പറഞ്ഞു, ഒരിക്കലും പറയരുത് ഈ വ്യക്തി അല്ലെങ്കിൽ ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ നിർത്തിയത് എന്നുള്ളൊരു കാരണം പറയരുതെന്ന് സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ വ്യക്തി എന്തുകൊണ്ട് നിങ്ങൾ നിർത്തുന്നു, ഈവൻ ആ വ്യക്തി ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്ത ആളായിട്ടും എന്തുകൊണ്ട് നിർത്തുന്നു എന്നുള്ളത് പ്രോപ്പറായിട്ട് പറയണം.
ഒപ്പം തന്നെ ക്രിമിനൽ ഹിസ്റ്ററി ഫുള്ള് പബ്ലിഷ് ചെയ്യുകയും വേണം. അത് ലോക്കൽ പേപ്പറിൽ മാത്രമാവരുത്, നാഷണൽ പേപ്പറിലും വേണം. അതുപോലെ തന്നെ പാർട്ടി ഉപയോഗിക്കുന്ന എല്ലാ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ട്വിറ്റർ എല്ലാത്തിലും അത് പബ്ലിഷ് ചെയ്യണമെന്ന് സുപ്രീം കോർട്ട് പറഞ്ഞു. 2021 വീണ്ടും സിമിലർ ആയിട്ടുള്ള കേസ് തന്നെയാണ് വന്നേക്കുന്നത്. 2020 പറഞ്ഞ സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളും പൊളിറ്റിക്കൽ പാർട്ടി ഫോളോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ 2021 കേസ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെതിരാണ്, സുനിൽ അറോറ. അദ്ദേഹത്തിനെതിരായിട്ടാണ് കേസ് വന്നത്. കാരണം അദ്ദേഹം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടല്ല ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ സുപ്രീം കോർട്ടിൻ്റെ ഓർഡർ പാലിക്കുന്നതിൽ ഫെയിലായിട്ടുണ്ടെന്നാണ് പറയുന്നത്. എക്സാമ്പിളായിട്ട് ബീഹാർ പോളാണ് കാണിച്ചേക്കുന്നത്. ബീഹാറിലെ പോൾസിൽ അവർ പൊളിറ്റിക്കൽ പാർട്ടി ലോക്കൽ ന്യൂസ് പേപ്പറിലാണ് ഈ ഒരു ക്രിമിനൽ ഹിസ്റ്ററി കൊടുത്തിട്ടുള്ളത്. നാഷണൽ ന്യൂസ് പേപ്പേഴ്സിലൊന്നും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ അവർ കൊടുത്തേക്കുന്ന റീസൺ ഒട്ടും തന്നെ ജസ്റ്റിഫൈ അല്ല. സോ വീണ്ടും 2021 ഈ ഒരു ബീഹാർ പോൾസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു പെറ്റീഷനാണ് വന്നത് എഗെയിൻസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുനിൽ അറോറ. നെക്സ്റ്റ് ആർട്ടിക്കിൾ പേജ് നമ്പർ 1 GS പേപ്പർ 2 പൊളിറ്റി റിലേറ്റഡ് ആണ്. സുപ്രീം കോർട്ട് റെഫ്യൂസസ് ടു റിവ്യൂ വേർഡിക്റ്റ് ഓൺ പ്രൊട്ടസ്റ്റർ. കോണ്ടെക്സ്റ്റ് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടും നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺ NRC ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ രാജ്യത്ത് ഒരുപാട് പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു. സോ ഈ പ്രൊട്ടസ്റ്റേഴ്സ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂഡൽഹിയിലെ ഷഹീൻ ബാഗ് ഏരിയയിൽ ഒരു ബ്ലോക്ക് ഉണ്ടാക്കി. എന്നിട്ട് ആ ഒരു റോഡ് മൊത്തം ബ്ലോക്കാക്കി അവർ അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഈ ഒരു പ്രൊട്ടസ്റ്റ് കാരണം ഈ ഒരു ഇഷ്യൂ സുപ്രീം കോർട്ടിലെത്തി. പെറ്റീഷണേഴ്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊട്ടസ്റ്റേഴ്സിനെ ഈ ഷഹീൻ ബാഗ് ഏരിയയിൽ നിന്ന് ക്ലിയർ ചെയ്യുക. എന്നാൽ സുപ്രീം കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റിന് മുമ്പ് തന്നെ COVID-19 സിറ്റുവേഷൻസ് വന്നു. അങ്ങനെ പാൻഡമിക് വന്നതോടുകൂടി പ്രൊട്ടസ്റ്റേഴ്സ് അവിടെ നിന്നും ഓൾറെഡി ക്ലിയർഡ് ആയിരുന്നു. എന്നാൽ ഈ ഒരു പെറ്റീഷൻ്റെ ഭാഗമായിട്ടുള്ള ജഡ്ജ്മെൻറ്റ് ഈ ഒരു പ്രൊട്ടസ്റ്റേഴ്സ് അവിടെ നിന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം ഒക്ടോബർ 2020 സുപ്രീം കോർട്ട് ഇതിനൊരു ജഡ്ജ്മെൻറ്റുമായിട്ട് വന്നു. സുപ്രീം കോർട്ട് ജഡ്ജ്മെൻറ്റ് ഇങ്ങനെയാണ്: പബ്ലിക് സ്പേസസ് ഒക്യുപ്പൈ ചെയ്യാൻ, ഇൻഡെഫിനിറ്റ് ആയിട്ട് ഒക്യുപ്പൈ ചെയ്യാൻ ആർക്കും തന്നെ അവകാശമില്ല. നിങ്ങൾക്ക് റൈറ്റ് ടു പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ് ഉണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും ഉണ്ട്. ഒരിക്കലും ഒരു ഡ്യൂട്ടീസിന് ബാധ്യതയായിക്കൊണ്ട് റൈറ്റ് ടു പ്രൊട്ടസ്റ്റ് നടത്തരുത്. അതായത് ആർട്ടിക്കിൾ 91A പ്രകാരം ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനും ആർട്ടിക്കിൾ 91B പ്രകാരം അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ്, ഈ 2 ഫണ്ടമെൻ്റൽ റൈറ്റ്സും എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അത് അബ്സല്യൂട്ട് അല്ല. അതിൽ റീസണബിൾ റെസ്ട്രിക്ഷൻസ് സ്റ്റേറ്റിന് ഇമ്പോസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അത് എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് ഓർഡർ എന്ന് പറയുന്നത് ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആണ്. പബ്ലിക് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് റെസ്ട്രിക്ഷൻസ് കൊടുക്കാനുള്ള അധികാരം സ്റ്റേറ്റിനുണ്ട്. ഒപ്പം തന്നെ സുപ്രീം കോർട്ട് ഇങ്ങനെ പറഞ്ഞു, റൈറ്റ് ഓഫ് പ്രൊട്ടസ്റ്റേഴ്സ് എന്ന് പറയുന്നത് റൈറ്റ് ഓഫ് കമ്മ്യൂട്ടേഴ്സുമായിട്ട് ബാലൻസ്ഡ് ആയിരിക്കണം. അപ്പോൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾ യാത്രക്കാർക്കൊരു പ്രശ്നമുണ്ടാക്കുന്ന രീതിയിലാവരുത്. അതായത് റൈറ്റ് ഓഫ് കമ്മ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രക്കാരുടെ റൈറ്റ്സ് ആണ്. അപ്പോൾ റൈറ്റ് ടു പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ടെങ്കിൽ തന്നെയും ഈ ഒരു യാത്രക്കാരുടെ റൈറ്റ്സിനെ തടയുകയാണെങ്കിൽ അത് മറ്റൊരു ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ വയലേഷനാണ്. ഒപ്പം തന്നെ സുപ്രീം കോർട്ട് ഇങ്ങനെ പറഞ്ഞു, അതേഴ്സ് ഷുഡ് നോട്ട് ബി ഇൻകൺവീൻഡ്. അതായത് മറ്റുള്ളവർക്ക് അസൗകര്യം ഉണ്ടാക്കരുത്. അതായത് റൈറ്റ് ഓഫ് അതേഴ്സ് എന്ന് പറയുന്നതിൻ്റെ സ്റ്റാറ്റസും കൂടിയാണ് ഒക്ടോബർ 2020 ജഡ്ജ്മെൻറ്റിൽ ഉയർത്തിക്കൊണ്ട് വന്നത്. റൈറ്റ് ഓഫ് അതേഴ്സ് എന്നുള്ളത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെന്നാണ് ഈ ഒരു ജഡ്ജ്മെൻറ്റിൽ സുപ്രീം കോർട്ട് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ജഡ്ജ്മെൻറ്റ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് നമുക്കറിയാം, ഫാമേഴ്സ് ഇഷ്യൂസ് കാരണം ഒരുപാട് റീജിയൻസിൽ ബ്ലോക്കേഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, റോഡ് തടഞ്ഞു വെച്ചിട്ടുണ്ട്, പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ തകർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സുപ്രീം കോർട്ടിൻ്റെ ഈ ഒരു ഒക്ടോബർ 2020 കേസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഡിസെൻറ്റ് എക്സ്പ്രസ് ചെയ്യാം. ഡിസെൻറ്റ് എന്ന് പറഞ്ഞാൽ വിയോജിപ്പ്. നിങ്ങളുടെ വിയോജിപ്പുകൾ എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഏത് അഡ്മിനിസ്ട്രേഷൻ്റെ അണ്ടറിലാണോ നിങ്ങളുള്ളത് ആ ഡെസിഗ്നേറ്റഡ് ഏരിയയിൽ പോയിട്ട് വേണം ഇത് എക്സ്പ്രസ് ചെയ്യാനെന്ന് ജഡ്ജ്മെൻറ്റിൽ പറയുന്നു. ഇത്തരത്തിലുള്ള ജഡ്ജ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്തും കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, എഗെയിൻസ്റ്റ് ആയിട്ടും കുറേ പേര് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം റൈറ്റ് ടു പ്രൊട്ടസ്റ്റ് എന്നുള്ളത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്, എന്നാൽ അതിൽ റീസണബിൾ റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഒപ്പം തന്നെ ഇങ്ങനെ ഡെസിഗ്നേറ്റഡ് ഏരിയയിൽ മാത്രം പോയി നിങ്ങൾ എക്സ്പ്രസ് ചെയ്താൽ മതി എന്ന് പറയുന്നത്, ഇപ്പം ഒരു വില്ലേജ് ഏരിയയിലുള്ള
ആൾക്കാരാണെങ്കിൽ അവർക്ക് സിറ്റീസിൽ പോയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഒരു അറ്റൻഷൻ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് അവരൊരു നെർവ് സെൻ്റർ ആയിട്ടുള്ള സിറ്റീസിലോ സ്റ്റേറ്റിലോ പോയിട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവർ ഈ പ്രൊട്ടസ്റ്റ് നടത്തുന്നത് ആരും അറിയാതെ പോകും. ഇത്തരത്തിലുള്ളൊരു കാര്യമുള്ളത് കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, മറ്റ് റീജിയണിൽ വന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ സുപ്രീം കോർട്ട് പറയുന്നത് നിങ്ങൾ ഏത് അഡ്മിനിസ്ട്രേഷൻ്റെ അണ്ടറിലാണോ വരുന്നത് ആ ഡെസിഗ്നേറ്റഡ് ഏരിയയിൽ നിന്ന് എക്സ്പ്രസ് ചെയ്താൽ മതി എന്ന് പറയുമ്പം ഇവരുടെ ഒരു റൈറ്റ് ടു പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റിനെ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്തു എന്നാണ് മറ്റൊരു ക്രിറ്റിസിസം പറയുന്നത്. മറ്റ് ചിലരുടെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വിയോജിപ്പുകൾ നടത്തിയാൽ മാത്രമേ ഗവൺമെൻറ് നിങ്ങൾ പറയുന്നത് കേൾക്കൂ, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രൊട്ടസ്റ്റുകൾ ചെയ്യുന്നത് എന്നാണ് ചിലരിത് വാദിക്കുന്നത്. ഈ സുപ്രീം കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റിന് എതിരായിട്ട് ഒരു റിവ്യൂ പെറ്റീഷൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു റിവ്യൂ പെറ്റീഷനെ സുപ്രീം കോർട്ട് ഇപ്പം റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം സുപ്രീം കോർട്ടിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് നമ്മളിപ്പം റിവ്യൂ പെറ്റീഷൻ കൊടുക്കുകയാണ്. കാരണം നമ്മളാണ് സുപ്രീം അതോറിറ്റി, പീപ്പിളാണ് സുപ്രീം അതോറിറ്റി. അപ്പോൾ അവർക്ക് അത് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പം ഒരു റിവ്യൂ പെറ്റീഷൻ ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഏതൊക്കെ ഗ്രൗണ്ട്സിലാണ് സുപ്രീം കോർട്ട് അത് അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പോയിൻ്റ് ഔട്ട് ചെയ്യണം. ആ ഒരു സുപ്രീം കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റിൽ എന്തെങ്കിലും എറർ ഉണ്ടെന്ന് പോയിൻ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ സുപ്രീം കോർട്ട് അത് അക്സെപ്റ്റ് ചെയ്യും. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പുതിയ ഫാക്റ്റ് ആ കേസിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ പുതിയ ഫാക്റ്റാണത് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ സുപ്രീം കോർട്ട് നമ്മുടെ റിവ്യൂ പെറ്റീഷൻ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ഇപ്പോൾ പോയേക്കുന്ന റിവ്യൂ പെറ്റീഷനിൽ രണ്ടും പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടില്ല, എററും പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടില്ല, ഏതെങ്കിലും ന്യൂ ഫാക്റ്റ് ഇമേഴ്സ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് സുപ്രീം കോർട്ട് ഈ റിവ്യൂ പെറ്റീഷൻ റിജക്റ്റ് ചെയ്തത്.